പ്രിയദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത ഉദ്ധിതനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നത് ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ്. ആഗസ്റ്റ് 15 വിശുദ്ധ കന്യാമറിയാം BC 14 ജനിച്ചുവെന്ന് കരുതുന്നു. സുറിയാനി ഭാഷയിൽ ദൈവമാതാവിനെ യോൽദാത്ത് ആലോഹു എന്നാണ് പറയുന്നത്. ദൈവമാതാവിൻ്റെ നിര്യാണത്തിന് വാങ്ങിപ്പ് എന്ന് പറയുന്നു. വാങ്ങിപ്പ് എന്നാൽ ഡൊമേഷൻ. ഫാളിങ് അസ്ലീപ്പ് എന്നും അസംഷൻ ടേക്കൺ അപ് ടു ഹെവൻ എന്നും പരാമർശിക്കുന്നുണ്ട്. ദേവമാതാവിൻ്റെ വാങ്ങിപ്പ് AD 37 എന്ന് വിശ്വസിക്കുന്നു. അതിന് കാരണം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം ദൈവമാതാവ് 5 വർഷം മാത്രമേ ജീവിച്ചുള്ളൂ എന്നുള്ള വാമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് വേദപണ്ഡിതന്മാർ പറയുന്നത്. ദൈവമാതാവ് ഈ ലോകത്തിൽ നിന്നും യാത്രയായപ്പോൾ മാലാഖമാരും ശിഷ്യന്മാരും ആ യാത്രയയപ്പിന് പങ്കെടുത്ത് പറുദീസിലേക്ക് ആനയിച്ചു. ആ യാത്രയയപ്പ് നിര്യാണത്തിന് ശേഷം ശരീരത്തോടു കൂടിയായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിശുദ്ധ ദൈവമാതാവിൻ്റെ ഇടക്കെട്ട് അനുഗ്രഹത്തിന് കാരണമായിട്ടുണ്ട്. ഇന്നത്തെ ഏവങ്കെലിയോൻ ഭാഗത്ത് 2 സുവിശേഷങ്ങളിൽ നിന്നുമാണ് നാം വായിച്ച് കേൾക്കുന്നത്. ലൂക്കോസ് ഏവങ്കെലിയോസ് രക്ഷാസുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യത്തിൽ നിന്നും നല്ല തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ യേശു വിശുദ്ധ കന്യകമറിയാം അമ്മേ താൻ ഏറ്റവും സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനെ ക്രൂശിൻ്റെ ചൂട്ടിൽ വെച്ച് ഏൽപ്പിക്കുന്ന സംഭവമായാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുന്നത്. കർത്താവ് ഉയർപ്പിച്ച ലാസറിൻ്റെ സഹോദരികളാണ് മാർത്തയും മറിയയും. മറിയം നല്ല പങ്ക് തിരഞ്ഞെടുത്തവൾ ആണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. നല്ല പങ്ക് എന്നാൽ ദൈവവചനം കേൾക്കുന്നതും ദൈവഗീതം അറിയുന്നതുമാണ്. അവൻ്റെ ഇഷ്ടം അറിയാതെ അവന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. മാർത്ത ശുശ്രൂഷ കാര്യങ്ങളിൽ വ്യാപൃതയായിരുന്നു. മറിയ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്ത കർത്താവിനോട് ആവശ്യപ്പെടുന്നത് മറിയയെ അവളുടെ സഹായത്തിന് നിർദ്ദേശം കൊടുക്കണമെന്നാണ്. അതിൻ്റെ യേശു മാർത്തയോട് മാർത്തേ നീ പലതിനെക്കുറിച്ചും വിചാരിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നു എന്നാണ് യേശു അവളോട് പറയുന്നത്. ലൂക്കോസ് ഏവങ്കെലിയോസ് സുവിശേഷം 10-ാം അധ്യായം 41 അത് പറയുന്നുണ്ട്. മാർത്തയുടെ നല്ല ശുശ്രൂഷയെ മശിഹ ശാസിക്കുകയല്ല, പ്രത്യുത മറിയെ കൂടുതൽ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാർത്തേ എന്ന അഭിസംബോധന മൃദുലമായ ശാസനയുടെ സൂചനയാണ്. ശീമോനെ എന്ന് ലൂക്കോസ് ഏവങ്കെലിയോസ് രക്ഷാസുവിശേഷം 22-31 പറയുന്നത്. ശൗലേ അപ്പോസ്തല പ്രവൃത്തികൾ 9-4 പറയുന്നത് ദൈവത്തോടും ദൈവീക കാര്യങ്ങളോടും ചേർന്ന് നിൽക്കുക എന്നതായിരിക്കണം പ്രഥമ പരിഗണന. മറിയാം യേശുവിൻ്റെ ആത്മീയ ഉപദേശങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ്റെ പാദത്തിങ്കിൽ ഇരിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മറിയാം ജീവൻ്റെ അപ്പത്തിൽ നിന്നാണ് ഭക്ഷിച്ചത്. മറിയാം നല്ല പങ്ക് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ മാർത്തയെ പരാമർശിക്കുകയോ അവളെ ഒരു തരത്തിലും കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും മറിയാമിനെ പ്രശംസിച്ചതുവഴി മാർത്ത ഒരു പടി താഴെയാണെന്ന് സൂചിപ്പിക്കുന്നു. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയല്ല എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ മാർത്തയുടെ ശരീരത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷ മനുഷ്യന് ഉള്ളിടത്തോളമേ തുടരുകയുള്ളൂ എന്നും നശ്വരമാണെന്നും കരുതുന്നു. മറിയത്തിൻ്റേതാകട്ടെ ജീവൻ്റെ വചന കേൾവി നിത്യതയോളം അനശ്വരമായിരിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. വിശുദ്ധ കന്യമറിയാം അമ്മേ യേശു ശിഷ്യനായ യോഹന്നാനെ ഫലമേൽപ്പിച്ച് പറയുന്നു, ഇതാ നിന്റെ അമ്മ. എല്ലാ തലമുറകളിലുമുള്ള വിശ്വാസികളുടെ മാതാവാണ് വിശുദ്ധ കന്യമറിയാം. ദൈവവചനം സ്പഷ്ടമായും അന്തർലീനവും ആയതുകൊണ്ട്
അവ വിവേചിച്ചറിയേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനാൽ സഭാപിതാക്കന്മാരാണ് അത് വെളിപ്പെടുത്തിയത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. വിശുദ്ധ കന്യാമറിയാമിനെ സംബന്ധിച്ച് സ്പഷ്ടമായി അറിയുന്ന കാര്യങ്ങൾ: കന്യാമറിയാമാകുന്ന പെട്ടകം സക്കറിയായാകുന്ന ഭവനത്തിൽ 3 മാസം താമസിച്ചു എന്നത് ലൂക്കോസ് 1:56. എന്നാൽ കാള വിരളുകയാൽ ഊസ പെട്ടകം പിടിപ്പാൻ കൈനീട്ടി. തുടർന്ന് ഊസ മരിച്ചുപോയി. പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ കൊണ്ടുവരാതെ ഗത്യനായ ഓബേദ് ഏദോമിന്റെ വീട്ടിലേക്ക് മാറ്റിക്കൊണ്ടുപോയി. അവിടെ 3 മാസം ആ വീട്ടിലിരുന്നു. 2 ശമൂവേൽ 6:11, 1 ദിനവൃത്താന്തം 13:9 മുതൽ 14 വരെ ഇത് അസ്പഷ്ടമായതാണ്. വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിനോടനുസരിച്ച് വിശുദ്ധ തോമാസ് ശ്ലീഹായ്ക്ക് വാങ്ങിപ്പിൻ്റെ സാക്ഷ്യത്തിനായി ലഭിച്ച ദൈവമാതാവിൻ്റെ ഇടക്കെട്ട് അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു. മോർ തോമാസ് ശ്ലീഹ സുവിശേഷ വേലയ്ക്കായി യാത്ര ചെയ്ത സ്ഥലങ്ങളിലെല്ലാം സൂറോനോ കൊണ്ടുപോയിരുന്നു. അങ്ങനെ മോർ തോമാസ് ശ്ലീഹ ഇന്ത്യയിലേക്കും സൂറോനോ കൊണ്ടുപോകുന്നു. AD 72 മോർ തോമാസ് ശ്ലീഹ മൈലാപ്പൂരിൽ വെച്ച് ഡിസംബർ 18 ശൂലമേൽക്കുകയും 3-ാം ദിവസം, അതായത് 3 ദിവസം കഴിഞ്ഞ് ഡിസംബർ 21 രക്തസാക്ഷി മരണം പ്രാപിക്കുകയും മൈലാപ്പൂരിൽ കബറടക്കുകയും ചെയ്തു എന്നുള്ള വിവരം നമുക്ക് ഏവർക്കും അറിയാം. AD 345 സിറിയൻ കുടിയേറ്റത്തിന് ശേഷം AD 394 ജൂലൈ 3-ാം തീയതി മോർ തോമാസ് ശ്ലീഹായുടെ തിരുശേഷിപ്പുകൾ മൈലാപ്പൂരിൽ നിന്നും ഉറഹായിലേക്കും കൊണ്ടുപോയി എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇതോടൊപ്പം വിശുദ്ധ സൂറോനോ മോർ തോമാസ് ശ്ലീഹായുടെ ഇരട്ട സഹോദരനായ മോർ ആദായി എപ്പിസ്കോപ്പ ആയിരുന്ന ഉറഹായിലേക്ക് കൊണ്ടുപോയി. ഈ വസ്തുത മോർ തോമാസ് ശ്ലീഹായുടെ പെരുന്നാളിൽ വിശുദ്ധ കുർബാനയിൽ ഹൂത്തോമയിൽ അനുസ്മരിക്കുന്നുമുണ്ട്. AD 476 സന്യാസിയായ ദാവൂദ് അൽ തൂർ അബ്ദിനി പുരോഹിതൻ രക്തസാക്ഷിയായ ബാസൂസിൻ്റെ തിരുശേഷിപ്പുകളോടുകൂടെ വിശുദ്ധ ദേവമാതാവിൻ്റെ ഇടക്കെട്ട് ഉറഹായിൽ നിന്നും ഹോംസിലെ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ കൊണ്ടുവന്നു. എന്നാൽ സിറിയയിലെ കലുഷമായ അന്തരീക്ഷം മൂലം ഇടക്കെട്ട്, അതായത് സൂറോനോ, ഏകദേശം 74 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയുമുള്ളതാണ്. ഒരു ലോഹ പാത്രത്തിലാക്കി ത്രോണോസിൽ കുഴിച്ചിട്ടു. ഇത് 5-ാം നൂറ്റാണ്ടിൽ അവസാനത്തിലാണ് എന്ന് അനുമാനിക്കുന്നു. AD 1852 മോർ യൂലിയോസ് പത്രോസ് മെത്രാപ്പോലിത്തായുടെ ഭരണകാലത്ത്, പിന്നീട് പരിശുദ്ധ പത്രോസ് 4-ാമൻ തൃതീയൻ എന്ന് കരുതുന്നു, 1799-നും 1894-നും ഇടയിൽ ഹോംസിലെ വിശുദ്ധ ദേവമാതാവിൻ്റെ നാമത്തിലുള്ള പള്ളി പുതുക്കി പണിയുന്ന സമയത്ത് ദേവമാതാവിൻ്റെ സൂറോനോ ത്രോണോസിൽ നിന്നും കണ്ടെടുത്തു. AD 1853 സൂറോനോ അവിടെ തന്നെ പുനഃസ്ഥാപിച്ചു. അതിനു മുകളിൽ ഒരു വലിയ കല്ലിൽ ഗർസൂനിയിൽ അറബി സുറിയാനി ലിപിയിൽ എഴുതിയത് ദൈവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തെ സംബന്ധിച്ചും ദേവാലയത്തിന് സംഭാവന നൽകിയവരുടെ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ലിഖിതത്തിൽ ദേവാലയം AD 59 സ്ഥാപിച്ചതാണെന്ന് കാണുന്നു. നാം ഇതിൽ നിന്നൊക്കെയും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ദൈവമാതാവ് സർവശ്രേഷ്ഠയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മളേവരും അത് കൃത്യമായി മനസ്സിലാക്കി അവളിൽ ശരണപ്പെടുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നതിനും യാതൊരു സംശയവുമില്ല. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകനികയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിനെ സ്ത്രീയന്മാരെക്കാളും ദിവ്യന്മാരെക്കാളും സഹോദരന്മാരെക്കാളും ഔദ്യാനന്മാരെക്കാളും മൽപ്പാന്മാരെക്കാളും ഉന്നതമായ സ്ഥാനവും ബഹുമാനവും ആദരവും പരിശുദ്ധ സഭ നൽകുന്നു. അവളുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധ സഭയും സഭാമക്കളും അഭയപ്പെട്ട് ദൈവ കരുണ പ്രാപിച്ച് വരുന്നു. എന്നാൽ നമ്മൾ
ഏവരും അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ അവളിൽ അഭയം പ്രാപിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഈ അവസരത്തിൽ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അവളിൽ അഭയം പ്രാപിച്ച് അവളുടെ മകനിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് അവളുടെ മധ്യസ്ഥതയിലൂടെ നമുക്ക് ജീവിക്കാം. അതിനു വേണ്ടിയിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ 15 നോമ്പ് നമുക്ക് ഏവർക്കും ഒരു അനുഗ്രഹം മതപ്രദമായി തീരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.